ടി ജി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, 1-2 മാസമായി വലിയ മാറ്റങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യത്തിൽ വരുന്നുണ്ട്. ഒന്ന് അമേരിക്കൻ കരാർ, പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ, അതിനു മുന്നേ ബ്രിട്ടൻ, ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇന്ത്യയിലെത്തി, മോദി ഇസ്രായേലിലേക്ക് പോകുന്നു. മൊത്തത്തിലൊരു വലിയ മാറ്റങ്ങളും അതിനനുസരിച്ചുള്ള ചടുലമായ നീക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉയർത്തിയ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിലേക്ക് ഉയർന്നൊരു ആരോപണം, അദ്ദേഹം 750 കോടിയോ മറ്റോ ചിലവാക്കി വിദേശ യാത്ര നടത്തുന്നു എന്നൊക്കെ, അതിനൊക്കെ ട്രോളുകളൊക്കെ വരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഒരു സാഹചര്യം മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്? നരേന്ദ്രമോദിക്ക് വെല്ലുവിളികളുടെ ഒരു കാലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസങ്ങൾ, അത് നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടല്ല. വരും മാസങ്ങളിൽ ക്രൂഷ്യലായിട്ടുള്ള ചില തെരഞ്ഞെടുപ്പുകൾ, ആസാം, തമിഴ്നാട്, കേരളം, ഇത് കഴിഞ്ഞാൽ യു പി 27-ലാണ്. പക്ഷേ യു പി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ അവർ വർക്ക് ചെയ്ത് തുടങ്ങി. പിച്ച് റെഡിയാക്കുക എന്ന് പറയും. ഈ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു, ഉത്തർപ്രദേശിൽ ഞങ്ങൾ പിച്ച് റെഡിയാക്കിയിരുന്നു, പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ കളി മോശമായതുകൊണ്ട് അവർ തോറ്റതാണ്. പിച്ച് ഞങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ പിച്ച് റെഡിയാക്കുന്ന ഒരു പ്രവൃത്തി അവർ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഒരു കർഷക സമരമാണ്. അമേരിക്കയിൽ നിന്ന് കർഷകരെ നശിപ്പിക്കുന്ന കരാർ, അവിടെ നിന്നുള്ള പ്രോഡക്ട്സ് എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. മാത്രമല്ല, ചെറുതായിട്ടാണെങ്കിലും അമുലിനെതിരെ ഒരു പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അമുൽ ഡയറി പ്രോഡക്ട്സിൽ അണുബാധയുണ്ട്, ഇതാണ് ടെസ്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും, ഒന്ന് അമുൽ മോശമാണ്, മിൽമ മോശമാണ്, നന്ദിനി മിൽക്ക് മോശമാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പാല് ഇറക്കുമതി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതേസമയം ഇത് കുറയുന്നു എന്നുള്ള, അപ്പോൾ നമ്മുടെ ക്ഷീരകർഷകർ, മറ്റ് കർഷകർ, ഇവരെല്ലാം ഈ ഡയറി പ്രോഡക്ട്സ് വാസ്തവത്തിൽ ഇപ്പോൾ കുറേശ്ശെ നമുക്ക് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഹോളണ്ടിൽ നിന്ന്, അവിടെ നിന്ന്, ഇവിടെ നിന്ന് ചില ഡയറി പ്രോഡക്ട്സ് വരുന്നുണ്ട്. നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല. ബേക്കറിയിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് എന്തെങ്കിലും സാധനം നമ്മൾ കണ്ടു, ബട്ടർ, അത് കണ്ടു, അത് മേടിച്ചു, എന്തോ ഒരു പേര്, ശരി, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഇന്ത്യൻ ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നാളെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും, ഇന്ന പ്രോഡക്ട്സൊക്കെ ഇമ്പോർട്ടഡ് ആണ്. അപ്പം ഞാനും വായിച്ചു നോക്കിയിട്ട് ഇത് എത്രയോ കാലമായിട്ട് ഞാൻ കാണുന്നു, ഇതെന്താ പുതിയ സാധനം, എന്താ ഇല്ല, ഇത് പുതിയതാണ് എന്ന് പറഞ്ഞിട്ട് ഭീകരമായ പ്രചരണം നടക്കും. ഇതുവരെ ഇല്ലാതിരുന്നതാണ്, ഉണ്ടായിരുന്നു എന്ന് നമ്മളെപ്പോലുള്ള പ്രചരണം മറ്റേ പ്രചരണത്തിൽ മുങ്ങിപ്പോവും. ഇങ്ങനെ കർഷകരെ, ക്ഷീരകർഷകരെയും മറ്റ് അഗ്രികൾച്ചറൽ സെക്ടറുള്ളവരെയും എല്ലാം ഇളക്കി വിടുക. അത് അവർ ഇളകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അതിന് കൗണ്ടറായിട്ട് BJP വെറുതെ ഇരിക്കില്ല. ഏതായാലും ആ ഒരു ലഹളയും ബഹളവും ഉണ്ടാവും. പിന്നെ റഫാൽ കരാർ അവർക്കൊട്ടും ദഹിക്കാത്തതാണ്. അതിനകത്ത് അഴിമതി എന്ന് പറഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട്. പഴയ റഫാലിൽ വിജയിച്ചില്ല എന്നതുകൊണ്ട് പുതിയ റഫാലിൽ വിജയിക്കാതിരിക്കണം എന്നൊന്നുമില്ല, ഒന്ന് നോക്കാം എന്ന് വിചാരിക്കും. പിന്നെ ഇതിൽ UGCയുടെ റെഗുലേഷൻ വെച്ചിട്ട് ഒരു ജാതി കലാപം, അതാണ് ഈ ഇദ്ദേഹത്തിനെതിരെ, യോഗിക്കെതിരെ അവർ വെച്ചിരിക്കുന്ന ഒരു സാധനം. അതാണ്. അതിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല. പക്ഷേ ഡൽഹിയിലും ഉത്തർപ്രദേശിലെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് പ്രശ്നമാണ്. അത് മെല്ലെ ചൂടാക്കിക്കൊണ്ടുവരിക, സമയമായിട്ടില്ല. അതുകൊണ്ട് അത് വളരെ പതുക്കെ അവർ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിലൊക്കെ വരേണ്ടതാണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വെല്ലുവിളികൾ നരേന്ദ്രമോദി അഭിമുഖീകരിക്കാനിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ കാൽക്കുലേഷൻ നരേന്ദ്രമോദി പുറമേ വലിയ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് അത്രയും ധൈര്യമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കോയലീഷൻ മിനിസ്ട്രിയാണ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇതിൻ്റെ 2 അടിസ്ഥാന ശിലകളാണ്. അവരിന്നല്ലെങ്കിൽ നാളെ ഇളകും. നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം.
ഏതെങ്കിലും ഒരു ദിവസം അതിലൊരു കല്ലെങ്കിലും ഇളകി പോരും. ഇങ്ങനെയൊക്കെ ഉള്ള പ്രതീക്ഷകൾ. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഏകദേശം ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവമാണ് വാസ്തവത്തിലുണ്ടായത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാറ് ഉണ്ടാക്കി. ഇംഗ്ലണ്ടുമായിട്ട് അതിനു മുമ്പ് തന്നെ FTA സൈൻ ചെയ്തിരുന്നു, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അത് സൈൻ ചെയ്തിരുന്നു. ഫ്രാൻസുമായിട്ട് വായുത്ത് കാശാർക്കാ പൊളിക്കുന്നത്. ഈ 100-140 റഫേൽ വിമാനം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ്? 3.25 ലക്ഷം കോടിയോ അങ്ങനെ തന്നെയാണ് ഒരു ഫിഗർ വന്നത്. നിസ്സാരമാണ്. 15 വർഷത്തേക്ക് ഫ്രാൻസിന് ശാപ്പാട് കഴിക്കാനുള്ള കാശ് ഇല്ലേ? ആർക്ക് പൊളിക്കൊന്നുമില്ല. അപ്പോൾ എന്ത് വന്നാലും ഫ്രാൻസ് എന്ത് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് മാക്രോണോടി ഇവിടെ വന്നത് ഫ്രാൻസിൽ നിന്ന്. നമുക്ക് ഇവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞു ഇവിടെ ചുറ്റി അടിച്ച് എന്നിട്ടൊക്കെ പുള്ളി പോകുള്ളൂ. അതിൽ കുറേയധികം കൺസെഷൻ ഫ്രാൻസ് ചെയ്തിട്ടുണ്ട്. അതേസമയം സോഴ്സ് കോഡ് തരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സോഴ്സ് കോഡ് തരില്ല എന്ന് പറഞ്ഞാണ് എഗ്രിമെൻറ്റ്. ഇനി നാളെ തരുവില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഫ്രാൻസ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്ക് സോഴ്സ് കോഡ്? റഫാൽ വിമാനം മറ്റ് വിമാനങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഗ്രൗണ്ടുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനാണ് സോഴ്സ് കോഡ് വേണം എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് അത് നമ്മുടെ നിയന്ത്രണത്തിലാകും. അവർ പറഞ്ഞു ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യാം, സോഴ്സ് കോഡ് തരില്ല, അത് ആരും തരാറില്ല, ഞങ്ങൾ മാത്രം തരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് നിൽക്കുന്നു. എന്നാലും വലിയ താമസമില്ലാതെ സോഴ്സ് കോഡും അവർ തരും എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്നവർ പറഞ്ഞു. ഫ്രാൻസിന് ഇതിൽ വേറൊരു ഗുണമുണ്ട്. ഫ്രാൻസിൻ്റെ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർഷിപ്പ്, നാറ്റോയിലെ മെമ്പർഷിപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ഫ്രാൻസിന് ഈ വിമാനങ്ങൾ വിൽക്കാൻ കുറേ തടസ്സമുണ്ട്. ചില രാജ്യങ്ങൾക്ക് വിൽക്കാൻ പാടില്ല. നാറ്റോ അവരുടെ കൂട്ടുകെട്ടാണല്ലോ. നാറ്റോ പറയുകയാണ് ഇന്ന രാജ്യങ്ങൾക്ക് ആരും ആയുധം വിൽക്കരുതെന്ന് പറഞ്ഞാൽ ഫ്രാൻസിനും വിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാൻസ് പറയും തനിക്ക് വിമാനം വേണോ? ഇന്ത്യയിൽ നിന്ന് മേടിച്ചു, ഞാൻ കൊടുത്തു തന്നെ, ഒറിജിനൽ സാധനം എൻ്റെ കാര്യം. അങ്ങനെ ഇന്ത്യ വഴി ഫ്രാൻസ് കാശുണ്ടാക്കി. നമുക്ക് സന്തോഷം, 10 വിമാനം, കൂടുതൽ 10 വിമാനം കാശ് വാങ്ങുന്നത്. അങ്ങനെ ഒരു ഇത്. ഇപ്പം ട്രംപ് ഈ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പുള്ളി പേടിപ്പിക്കുമ്പോൾ നാറ്റോ പേടിക്കും എന്ന് പുള്ളി വിചാരിച്ചു. നാറ്റോ പേടിക്കുകയും ചെയ്തു. ആദ്യം നാറ്റോ പേടിച്ചു. ബട്ട് മെല്ലെ മെല്ലെ ഓരോരുത്തർ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇയാളുടെ ചീത്ത കേൾക്കാനും ഓച്ചാനിക്കാനും ആൾക്കാർ നിൽക്കുമോ. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കരാറുകളൊക്കെ ഉണ്ടായത്. അപ്പോഴാണ് ട്രംപ് ധൃതി പിടിച്ച് ഇന്ത്യയുമായിട്ടുള്ള കരാറ് ഒപ്പിടുന്നത്. ഇപ്പോഴും ഒപ്പിട്ട് തീർന്ന് അത് മാർച്ച് 15-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോഴേ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരുള്ളൂ. ഈ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരുപാടൊക്കെ എഴുതിയിടും. ഇതൊന്നും കരാറിലുള്ളതല്ല. അല്ലാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് മാറ്റിയൊന്നുമില്ല. അമേരിക്കൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അവരതനുസരിച്ച് മാറ്റി. $500 ബില്യൺ കച്ചവടം 5 വർഷം കൊണ്ട്, അതോ വർഷത്തിലൊരിക്കലോ അങ്ങനെ ഇന്ത്യ ചെയ്യുമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ല, ഉടനെ ചെയ്തിട്ടില്ല. ഇൻറ്റൻഷനേ ഉള്ളൂ, ഉദ്ദേശിക്കുന്നു. ഒരു കൊല എത്തപ്പോഴും മേടിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നതല്ല. പക്ഷേ ഒരു കൊല എത്തപ്പോഴും എനിക്ക് ആവശ്യമില്ല, ഞാൻ കഴിക്കുകയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളൊക്കെ വരുത്തി. ആ കൂടെ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് നാണക്കേടായിട്ട് നിൽക്കുകയാണ്. പിന്നെ നാണക്കേടായല്ലോ എന്ന് വിളിച്ചു പറയുന്നൊരു സ്വഭാവം മോദിക്കില്ല. അത് അമേരിക്കയോടും പറയാറില്ല, ബംഗ്ലാദേശിനോടും പറയാറില്ല. വലിയവനോ ചെറിയവനോ നോക്കാതെ പുള്ളി ആ ഒരു ഡിപ്ലോമാറ്റിക് ഡീസൻസി എപ്പോഴും കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് അമേരിക്ക ഇറാനുമായിട്ട് കരാറുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം തീർത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. USS എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ ഒരു തമാശ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പഴയ പ്രസിഡൻറ്റുമാരെ അവർ കടലിൽ കൊണ്ടുപോയിടും. എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ്, ഇവരൊക്കെ പഴയ പ്രസിഡൻറ്റുമാർ. ആ കപ്പലിനൊരു പേര് വിട്ടിട്ട് ഉപ്പുവെള്ളത്തിൽ കിടക്കുകയാണ് പഴയ പ്രസിഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ എബ്രഹാം ലിങ്കൺ കടലിലൂടെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സംഗതി, കാർന്നവരെ എടുത്ത് കടലിലിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഈ വലിയ സന്നാഹം വെച്ച് ഞാനിപ്പോൾ തീർത്ത് കളയുന്ന മനുഷ്യൻ
പെട്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ ഞാനൊരു ഡീലുണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അവൻ നെതന്യാഹുവിൻ്റെ അകവാള് വെട്ടിപ്പോയി. അയാൾ ഓടി അമേരിക്ക പോയി 3 ദിവസം അവിടെ താമസിച്ചയാൾ. എൻ്റെ പൊന്നിയേട്ടാ എന്താ ഈ കാണിക്കുന്നത്? അല്ല അത് അപ്പോൾ ട്രംപ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, ഇതെന്തോ ഇപ്പോൾ കണ്ടുപിടിക്കുന്ന പോലെയാണ്. ഇറാനിൽ നിറച്ച എണ്ണയുണ്ട്, പിന്നെ മിനറൽസ്. ഇപ്പോഴത്തെ ഒരു വലിയ സാധനമാണല്ലോ മിനറൽ. എന്ത് മിനറലാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് കേൾക്കാം മിനറൽസിൻ്റെ ശേഖരമുണ്ട്. എന്തുമായിക്കോട്ടെ, അതുകൊണ്ട് അയാളുടെ കയ്യിൽ. അതുകൂടാതെ സാധാരണ നമ്മുടെ ഇരുമ്പ്, അലുമിനിയം, ചെമ്പ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. വലിയ മലനിരകളൊക്കെയുള്ള ഒരു സ്ഥലമാണല്ലോ ഇറാൻ, വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈടാക്കാനായിട്ട് ഒരു ഡീൽ നടത്താം. അപ്പോൾ നെതന്യാഹു പറയുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇതാണ് പ്രഖ്യാപിത ലക്ഷ്യം ഇറാൻ്റെ. ഇത് വെറുതെ ഏതെങ്കിലും ഊളന്മാർ പറയുന്നതല്ല. ഈ ഖമനയി സൈസ്, ഇതിന് മുമ്പിരുന്ന ഖമനയും ഒക്കെ പറഞ്ഞു ഡെത്ത് ടു ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തു നിന്ന് തുടച്ചു കളയും. അതാണ് ഇറാൻ്റെ ജീവിതോദ്ദേശ്യം. അതുപോലെ അമേരിക്കയും. ട്രംപ് പറയുന്നത് അതൊക്കെ വെറുതെ വാചകമല്ല, നീ ഇതൊക്കെ കേട്ട് പേടിക്കുന്നത്. അത് ചുമ്മാ പറയുന്നതല്ല. അവൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവിടെ. സത്യമാണ്, ഇറാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ, അതായത് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമല്ലോ ആ സ്ഥലം, ഇസ്രായേൽ, ലെബനൻ, സിറിയ, ഇറാഖ്, ജോർദാൻ, ഈജിപ്റ്റ്, ആ കംപ്ലീറ്റ് ഏരിയ. അതിങ്ങനെ സൈക്കിളായിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇസ്രായേലിന് വടക്ക് നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് വന്ന് ഈ രാജ്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ പ്രദേശം മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരേ ഒരു ആണവശക്തിയുള്ളത് ഇസ്രായേലാണ്. വേറെ ആർക്കും ഇതില്ല. അവരെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിന് ആണവായുധമുള്ളത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ്റെ ആണവായുധം എന്ന് പറയുന്നത് അമേരിക്കയുടെ കൺട്രോളിലുമാണ്. അവനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഇറാൻ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇറാനെ പേടിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു, ഡീലുണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആദ്യം ഈ കണ്ടീഷൻസ് ഉണ്ടാകും. ഒന്ന്, ഇവരുടെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇപ്പം നിർത്തണം. നമ്പർ 2, അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അവസാനത്തെ തരി എൻറിച്ച്ഡ് യുറേനിയം വരെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം. നമ്പർ 3, ഇവരുടെ ഗുണ്ടകളുണ്ടല്ലോ, ഹൂത്തി, ഹമാസ്, ഹിസ്ബുള്ള, ഇതിനെയൊക്കെ പിരിച്ചുവിടണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ എണ്ണയോ പിണ്ണാക്കോ എന്താണെന്ന് വെച്ചാൽ കരാറുണ്ടായിരിക്കും. ട്രംപ് അത് നിഷേധിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. നെതന്യാഹുവിൻ്റെ ചങ്കിടിപ്പ് കൂടിക്കൂടി വരുന്നു ഓരോ ദിവസവും. കാരണം ഇയാൾ കാല് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബട്ട് ട്രംപിനും ഉണ്ട് ഈ പ്രശ്നം. ട്രംപ് ചതിച്ചു എന്ന് നെതന്യാഹുവിനൊരു തോന്നലുണ്ടായാൽ നെതന്യാഹു ഡയറക്റ്റ് ഇറാനെ ആക്രമിക്കും. അമേരിക്കയോട് പറയും നിങ്ങൾ വരണ്ടാന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈറ്റ് കണ്ടിട്ടില്ലേ, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ്. വായിജിത്ത് എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാ, വരുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഞാനങ്ങ് മുന്നോട്ട് പോകും. എന്ത് ചെയ്യും? ഇസ്രായേലിൻ്റെ കയ്യിലും ആണവായുധമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ പെട്ടെന്നൊന്നും അങ്ങ് ആർക്കും ഒന്നും ഞൊട്ടാൻ പറ്റില്ല. ആ ഒരു പേടി ട്രംപിനുമുണ്ട്. ട്രംപ് ഈ വേണ്ടാത്ത പുലിവാലിന് പോകണ്ടായിരുന്നു. ഇവർ 12 ദിവസത്തെ യുദ്ധം ചെയ്തു. അത്യാവശ്യം ഇറാന് ഡാമേജൊക്കെ ഉണ്ടായി. അവരുടെ ആണവ പദ്ധതി ഏകദേശം ഒരു 20 കൊല്ലം പുറകോട്ടടിച്ചു. അവിടെ വെച്ച് നിർത്തണ്ടേ? ഇനി അങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കട്ടെ, സാങ്ഷൻ പിന്നെ ഇടയ്ക്ക് ഒരു വെല്ലുവിളിയൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ മതി. ഇയാൾക്കൊരു കാര്യവുമില്ല വീണ്ടും ഇറാനെ വെല്ലുവിളിക്കാനും അവിടെ കലാപം ഉണ്ടാക്കാനും. അവിടെ ഇപ്പോൾ എന്താ നടക്കുന്ന ആർക്കും അറിയില്ല. ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഖമനയി ഈ റിബൽ ഗ്രൂപ്പ്സിനെ മുഴുവൻ വെടിവെച്ച് തീർക്കുകയാണ്. മാസ് കില്ലിങ് നടക്കുകയാണ്. ഒരൊറ്റയാണ്, അത് ഒരു മുദ്രാവാക്യം കേട്ടാൽ ആ സമയത്ത് വെടിവെച്ച് തീർക്കുകയാണ്. ആ രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതന്ന് ചെയ്തു അവിടെ വെച്ച് നിർത്തണ്ടേ? ഇതാണ് ലോകത്ത്. ഇനിയിപ്പോൾ മോദി ഇസ്രായേൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വേറൊരു അത് എന്തിനായിരിക്കും പെട്ടെന്നൊരു യാത്ര?
അത് എനിക്കറിയില്ല വാസ്തവം പറഞ്ഞാൽ. അതിലൊരു ഗസ് വർക്ക് നടത്താൻ പോലും പറ്റുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ചർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ഇപ്പോൾ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇസ്രായേലിന് മോദി വന്നിട്ടും ആവശ്യമില്ല, മോദിക്ക് അവിടെ പോയിട്ടും ആവശ്യമില്ല. നമ്മൾ തമ്മിൽ നേരത്തെയുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു. ഈ പറഞ്ഞ ഇറാൻ കോൺഫ്ലിക്റ്റിലോ ഇതിലോ ഒന്നും നമ്മൾ കക്ഷിയല്ല. നമ്മൾ കക്ഷി ആവേണ്ട കാര്യമില്ല. ഇതൊക്കെ ദൂരെ നടക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് എന്ത് കാര്യം. അപ്പോൾ പിന്നെ എന്താ ഇതിൻ്റെ കാരണം എന്നുള്ളതിന് പുറത്ത് വരാനിരിക്കുന്നു. ഈ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ആദ്യം പറഞ്ഞു റഷ്യ എണ്ണ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു, ഇന്ത്യ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അവസാനം നിലവിലുള്ളത് തുടരുന്ന രീതിയിലും പുതിയത് കൂടുതൽ വാങ്ങുന്നില്ല എന്നുള്ള ഇതിലേക്ക് റൂബിയോ പറയുന്നു. ഞാൻ ഇവിടെ കാര്യം പറയട്ടെ, ഈ കള്ളക്കച്ചവടം നടക്കുമ്പോൾ സത്യം പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മൾ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വെറുതെ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എനിക്കിപ്പോൾ അറിയണം, അങ്ങനെ പറയാൻ പറ്റില്ല. റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങുന്നുണ്ട്, പക്ഷെ വാങ്ങുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇറാൻ 4 വശത്തും സാങ്ഷനാണല്ലോ. അങ്ങനെയാണ് ഇതിനോടകം ചത്തുപോകേണ്ടതല്ലേ ഇറാൻ? പോയില്ലല്ലോ. കാര്യം എന്താ? ഇറാനിൽ നിന്ന് ചൈന എണ്ണ വാങ്ങുന്നുണ്ട്. സാങ്ഷൻസാണ്, എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ചൈന എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. എന്താ, ചൈനയ്ക്ക് സാങ്ഷൻ ബാധകമല്ലേ? ബാധകമൊക്കെയാണ്, പക്ഷേ ചൈനയും കൊണ്ടുപോകുന്നു. അതിന് ഈ കള്ള ടാങ്കർ എന്നൊക്കെ പറയും അതിന്. അങ്ങനെയാണ് 3 ടാങ്കർ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടായത്. ഈ പല രാജ്യങ്ങളുടെയും കോടി മാറ്റിയും ഇതുമൊക്കെ ഈ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്ത് റിട്ടയറായ ആൾക്കാരോട് ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് ഈ കപ്പലുകളൊക്കെ മാറ്റുന്നത്? നടുക്കടലിൽ വെച്ചിട്ട് ഇന്ത്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ഒരു കപ്പൽ പെട്ടെന്ന് റഷ്യയുടെ ആയിട്ട് മാറും, കൊടി മാറും, സംഗതികൾ മാറും, ഡെസ്റ്റിനേഷൻ മാറും. ജിബൂട്ടിയിലേക്ക് പോകുന്നു എന്ന് പറയും, ഇവൻ നേരെ പാകിസ്ഥാനിലേക്കായിരിക്കും വെച്ച് പിടിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ സംശുദ്ധ കള്ളത്തരം നടപാടുന്ന ഒരു ഏരിയയാണ് എണ്ണ കച്ചവടം. അത് സാങ്ഷൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് നിരയോ നടന്നു പോകും. അപ്പോൾ സാങ്ഷൻസ് ഉള്ള രാജ്യം, അത് പ്രഖ്യാപിച്ച രാജ്യത്തെ ഒഫൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യം കാണുക. അമേരിക്കയുമായിട്ട് ഒരു വഴക്ക് നമുക്ക് മുതലാകുമോ എന്ന് ആദ്യം ചിന്തിക്കുക. മുതലാവില്ലല്ലോ. ഇല്ല, അത് സത്യമാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ആ രാജ്യത്തെ പറ്റിക്കുക. ഈ പറ്റിക്കുമ്പോൾ നമ്മൾ പറ്റിക്കുന്നുണ്ട് എന്ന് അമേരിക്കയ്ക്കും അറിയാം. പക്ഷേ എന്നാലും അറിഞ്ഞുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുന്നില്ലല്ലോ. എൻ്റെ പുറകെ കൂടെയല്ലേ പോകുന്നത്. പുറകെ കൂടെ മാർക്കോ റൂബിയോ തന്നെ ട്രംപിനോട് പറയും, ചേട്ടാ പുറകെ കൂടെ അവൻ കപ്പലിലെ എണ്ണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, മുമ്പിലിരുന്ന് അവൻ എണ്ണ വാങ്ങുന്നില്ല എന്നും പറയുന്നു. പുറകെ കൂടെയല്ലടാ കൊണ്ടുപോട്ടെ, അവനും ജീവിക്കേണ്ടത്, നീ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ആർക്കെങ്കിലും ഒഫീഷ്യലി പറയാൻ പറ്റുമോ? ജയശങ്കറിന് പറയാൻ പറ്റുമോ? ഇല്ല. പീയൂഷ് ഗോയലിന് പറയാൻ പറ്റുമോ? ഇല്ല. മോദിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ വാങ്ങുന്ന കമ്പനികൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും റഷ്യൻ എണ്ണയോ? അല്ല, അപ്പോൾ ഈ കിടക്കുന്ന കപ്പലിലെ എണ്ണയോ? അത് റഷ്യ അല്ല, അത് വെനിസ്വേലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കെങ്ങനെ അറിയാം? ബ്രഹ്മാണ്ഡ കപ്പൽ കിടക്കുന്നത് റഷ്യയിൽ നിന്ന് വന്നതാണോ വെനിസ്വേലയിൽ നിന്ന് വന്നതാണോ? ആർക്ക്? കപ്പലിലെ ജോലിക്കാരെ ചോദിച്ചു നോക്കുക. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇത് കിട്ടി, അവിടെ പോകണ്ട, നേരെ ഇവിടെ കൊണ്ടുപോയി ഇറക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇത് ഞാൻ പറയുമ്പോൾ പൊട്ടത്തരമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ തോന്നും. ഇങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. സൂപ്പർ കള്ളത്തരം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. അതിൽ നമ്മൾ സത്യസന്ധനാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടം കയറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കള്ളക്കളിയും കളിക്കുന്നുണ്ട്. ഇന്ന് വരെ ഔദ്യോഗികമായിട്ട് പാകിസ്ഥാനിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഉള്ള സ്ഥലത്ത് നമ്മൾ ആക്രമിച്ചു എന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. ഓപ്പ് സിന്ദൂർ നടക്കുമ്പോൾ ബ്രീഫിംഗ് ഉണ്ടല്ലോ പട്ടാളക്കാരുടെ. അന്ന് കരസേനാ മേധാവി DGMO അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചു, ഈ നൂർഖാൻ ബേസിൽ നമ്മൾ ആക്രമിക്കുമ്പോൾ അവിടെ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നത് നേരാണോ? പുള്ളിയുടെ മറുപടി എന്താണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി തിരിച്ചു ചോദിച്ചു, നൂർഖാൻ ബേസ് എവിടെയാണ്? നമ്മളവിടെയൊന്നും പോയിട്ടില്ലല്ലോ. നൂർഖാൻ ബേസ് ആക്രമിച്ചേ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് വേണ്ടേ, വാസ്തവത്തിൽ നമ്മളെന്താ നൂർഖാൻ നമ്മൾ ആക്രമിച്ച് പണ്ടാറടക്കി.
ആ വിവരം പുറത്ത് പറയുന്നത് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ്. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റൊക്കെ ആയപ്പോഴാണ് നൂർഖാനിൽ നമ്മൾ അടിച്ചത്. കാരണം നൂർഖാനിൽ നമ്മൾ അടിച്ചു എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. എന്നെ അടിച്ചു കുഴപ്പത്തിലാക്കി കേട്ടോ, അവരെല്ലാം അലമ്പായി കിടക്കുകയാണ്. അപ്പോഴാണ് ട്രംപിനൊക്കെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ 100% സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞൊന്നും ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരുപാട് കളിപ്പേര് അറിയാതെ നടക്കും, ചിലപ്പോൾ പുറകിൽ കൂടെ നടക്കും, അറിഞ്ഞില്ല എന്ന് ഭാവിക്കും, ഇങ്ങനെ പലതും നടക്കും. ഇസ്രായേലിന് നമ്മൾ നിരന്തരം ആയുധം കയറ്റി അയച്ചുകൊണ്ടിരുന്നതല്ലേ. ഈ CIT-കാരനാണ് ചെന്നൈ പോർട്ടിൽ ഇത് ഇസ്രായേലിലേക്കുള്ള ആയുധമാണ്, ഞങ്ങൾ ഈ പെട്ടി കയറ്റിയില്ല എന്ന് പറയും. കയറ്റണ്ട, ഞങ്ങൾ കയറ്റാന്ന് BMS കയറ്റി. BMS അവിടെ ഇവരെക്കാൾ വലുതാണ്. അവസാനം ഇതെന്താ പ്രശ്നം എന്ന് പോർട്ടുകാരൻ അവർ പറഞ്ഞു 2 പേരും കയറ്റണ്ട, ഇത് ക്രെയിനിൽ കയറ്റാവുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ ക്രെയിൻ വെച്ച് കയറ്റി. അങ്ങനെ ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി അയക്കാൻ പാടില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി. അപ്പോഴാണ് പൊതുജനം ഇതറിയുന്നത് ഇസ്രായേലിലേക്ക് നമ്മൾ ആയുധം കയറ്റി അയക്കുന്നുണ്ടെന്ന്. ഈ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ്. അതുവരെ ആർക്കും അറിയില്ല. കപ്പൽ നിറച്ച് പൊയ്ക്കൊണ്ടിരിക്കുക, ആരും അറിയുന്നില്ല. എന്നിട്ട് പാലസ്തീൻ്റെ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചാൽ അതേ ഇരട്ടത്താപ്പാണ്. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് പഴയ കാലമല്ലല്ലോ, ഒരുപക്ഷെ വളരെ പഴയ കാലമാണ് താനും. ചാണക്യൻ പറഞ്ഞ പ്രിൻസിപ്പിളിലാണ് ഇപ്പോൾ മോദി പോകുന്നത്. അല്ലാതെ ബുദ്ധൻ, മഹാത്മാഗാന്ധി അവരുടെയൊക്കെ ഫോട്ടോയൊക്കെ വയ്ക്കും, മാലയൊക്കെ ഇട്ട് ചന്ദനത്തിരിയൊക്കെ കൊടുത്തു. കാര്യങ്ങൾ ചാണക്യൻ പറഞ്ഞ വഴിക്ക് പോകും.